നമസ്കാരം. ഹോർമൂസ് കടലെടുക്ക് ലോകത്തിന്റെ ഊർജ്ജധമനി, ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സ്പന്ദനം. ദിവസേന കോടിക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ കടന്നു പോകുന്ന ഈ സങ്കുചിത ജലപാതം അടഞ്ഞാൽ അതൊരു പ്രാദേശിക പ്രശ്നമല്ല, അതൊരു ആഗോള ആഘാതമാണ്. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്ത പുതിയ നിലപാട് ശ്രദ്ധേയമാകുന്നത്. ഹോർമൂസ് വഴിയുള്ള എണ്ണ അമേരിക്കയ്ക്ക് നിർബന്ധമല്ല എന്ന് തുറന്നു പറഞ്ഞ അദ്ദേഹം അതിലൂടെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ തന്നെ അതിന്റെ സുരക്ഷ ഉറപ്പാക്കട്ടെ എന്ന് പറഞ്ഞത് വെറും നയപരമായ പ്രസ്താവനയല്ല, ഒരു തന്ത്രപരമായ പിന്മാറ്റത്തിന്റെ സൂചന കൂടിയാവുകയാണ് അത്. ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ആണവ പ്ലാന്റുകൾ ആക്രമിക്കുമെന്ന് നിരന്തരം ഭീഷണി മുഴക്കിയതിനു പിന്നാലെയാണ് ട്രംപ് നിർണായക തീരുമാനം തുറന്നു പറഞ്ഞത്. ഹോർമൂസിലൂടെയുള്ള എണ്ണ ആവശ്യമുള്ള രാജ്യങ്ങൾ അവർക്ക് വേണമെങ്കിൽ അത് സംരക്ഷിക്കണമെന്നും പിടിച്ചെടുക്കണമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ ഭാവി മികച്ച നിലയിലാണ്. ഹോർമൂസ് കടലിടുക്ക് വഴി അമേരിക്ക എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ല എന്നും ഭാവിയിലും അത് ഉണ്ടാകില്ല എന്നും പറഞ്ഞ ട്രംപ് അമേരിക്കയ്ക്ക് അത് ആവശ്യമില്ല എന്നും പക്ഷേ ഹോർമൂസ് വഴി എണ്ണ ലഭിക്കുന്ന രാജ്യങ്ങൾ ആ പാതയിൽ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞതിനോടൊപ്പം അവർ അത് വിലപ്പെട്ടതായി കരുതണമെന്നും അത് പിടിച്ചെടുത്ത് വിശിഷ്ടമായി കരുതണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഹോർമൂസിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ ആ പാത സംരക്ഷിക്കാനും നിലനിർത്താനും മുന്നോട്ട് വരണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. അമേരിക്ക സഹായം നൽകുമെങ്കിലും അതിന് ഈ രാജ്യങ്ങൾ തന്നെ നേതൃത്വം നൽകണമെന്നും ട്രംപ് വ്യക്തമാക്കി. ഹോർമൂസിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഇനി രണ്ട് വഴികളാണുള്ളതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. ഒന്നുകിൽ നിങ്ങൾ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങാം, അല്ലെങ്കിൽ ഹോർമൂസ് സംരക്ഷിക്കാനായി വൈകിപ്പോയ ധൈര്യം വളർത്തുക എന്നതുമാണ് ട്രംപ് ചൂണ്ടിക്കാണിച്ചത്. അതേസമയം നിലവിലെ സംഘർഷം അവസാനിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് സ്വാഭാവികമായും തുറക്കുമെന്നും ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇറാനെ ഉന്മൂലനം ചെയ്യുന്നതിന്റെ കഠിന ഭാഗങ്ങളെല്ലാം പൂർത്തിയായെന്നും അതിനാൽ ഹോർമൂസ് തുറക്കുന്നത് എളുപ്പമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമൂസ് സ്വാഭാവികമായും തുറക്കുമെന്നും അവർക്ക് എണ്ണ വിൽക്കാൻ ആഗ്രഹം ഉണ്ടാകുമെന്നും പറഞ്ഞ ട്രംപ് കാരണം അവർക്ക് എല്ലാം പുനർനിർമ്മിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നും അതിനാൽ ഹോർമൂസിലൂടെയുള്ള എണ്ണയൊഴുക്ക് പുനരാരംഭിക്കുമെന്നും പറഞ്ഞതിനോടൊപ്പം എണ്ണവില വേഗത്തിൽ കുറയുമെന്നും ഓഹരികൾ വേഗത്തിൽ വീണ്ടും ഉയരുമെന്നും കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റി രൂപപ്പെട്ട സംഘർഷാന്തരീക്ഷം ലോകം ആശങ്കയോടെ നോക്കിക്കൊണ്ടിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ചുള്ള ഭീഷണികൾ, ആവശ്യമായാൽ ആക്രമിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പുകൾ, കടലിടുക്ക് അടച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള കടുത്ത പ്രസ്താവനകൾ, ഇവയൊക്കെ ചേർന്ന് ഒരു യുദ്ധത്തിന്റെ അരികിലെത്തിച്ച അവസ്ഥയായിരുന്നു. ഈ സമ്മർദ്ദ രാഷ്ട്രീയത്തിലൂടെ അമേരിക്ക ലക്ഷ്യം കണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ട്രംപ് ഭരണകൂടം ആദ്യം സ്വീകരിച്ച സമീപനം വ്യക്തമായിരുന്നു: സമ്മർദ്ദം ഉയർത്തുക, ഇറാനെ ഒറ്റപ്പെടുത്തുക, ആവശ്യമെങ്കിൽ സൈനിക നടപടി വരെ പരിഗണിക്കുക. എന്നാൽ യാഥാർത്ഥ്യം അതിനേക്കാൾ സങ്കീർണമായിരുന്നു. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞാൽ അമേരിക്കയ്ക്ക് നേരിട്ട് വലിയ ആഘാതമില്ല എങ്കിലും അതിന്റെ ആഗോള പ്രത്യാഘാതം തിരിച്ചടിയായി അമേരിക്കയെയും ബാധിക്കുമെന്ന തിരിച്ചറിവ് ക്രമേണ ശക്തമായി. എണ്ണവില ഉയർന്നാൽ ആഗോള വിപണികൾ കുലുങ്ങും. അതിന്റെ ചലനങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും രാഷ്ട്രീയ രംഗത്തെയും ബാധിക്കും. ഇവിടെയാണ് ട്രംപിന്റെ പുതിയ നിലപാട് ശ്രദ്ധേയമാകും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും നമ്മുടേതല്ല എന്ന സന്ദേശം ലോകത്തോട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു തന്ത്രപരമായ പുനർക്രമീകരണമാണ് നടത്തുന്നത്. യുദ്ധത്തിന്റെ വക്കിലെത്തിച്ച വിഷയത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നതായി ഈ പ്രസ്താവനയെ വിലയിരുത്താം. എന്നാൽ ഇത് പൂർണ്ണമായൊരു പിന്മാറ്റമാണോ, അല്ലെങ്കിൽ ഉത്തരവാദിത്വം മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റുന്ന നീക്കമാണോ എന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഇന്നും തുറന്നിരിക്കുകയാണ്. എന്നാൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയവും സൈനികവും സാമ്പത്തികവുമായ കളികൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ പുതിയ നിലപാട് ഒരു ചോദ്യം ഉയർത്തുന്നു: യുദ്ധത്തിന്റെ വക്കിലെത്തിച്ച ശേഷം പിന്മാറുന്നത് ഒരു തന്ത്രജ്ഞന്റെ നീക്കമാണോ, അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിന് മുൻപുള്ള ഒരു പിൻവാങ്ങലോ? ലോകം അതിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ്.